പ്രകൃതിക്ഷോഭത്താൽ ജനങ്ങൾ ദുരന്തമനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുക? ദുരന്തത്തെ നേരിടുന്നതിനെ പറ്റിയോ അതിന് കൈക്കൊണ്ട നടപടികളെ പറ്റിയോ പറയുന്നതിനേക്കാൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കാൻ മാത്രമേ സമയം ലഭിച്ചിട്ടുള്ളൂ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ അതിതീവ്രമായ മഴ, മിന്നൽ പ്രളയം സമാനമായ സാഹചര്യം സംസ്ഥാനത്ത് പലയിടത്തും രൂപപ്പെട്ടു. വ്യാപകമായ ഉരുൾപൊട്ടൽ, ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തുന്ന ആദ്യ വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന്. നോക്കൂ, ആ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ എത്രമാത്രം എന്ന് ഫലപ്രദമായി പറയുന്നൊരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നു? അദ്ദേഹവുമായി ഉയർന്നു വന്ന ഈ സാഹചര്യത്തിൽ ഒട്ടും ഭൂഷണമല്ലാത്ത ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർന്നു. ആ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് ഏറെ സമയം ചെലവഴിക്കേണ്ടി വന്നു. അത് പലതും ഇപ്പോഴും പൂർണ്ണമാവാതെ കിടക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി വിളിച്ച ഇന്നത്തെ യോഗത്തിൻ്റെ പേര് തന്നെ അടിയന്തര യോഗമാണ്. അതായത് പ്രളയം ആരംഭിച്ചിട്ട്, മഴക്കെടുതിൽ ആരംഭിച്ചിട്ട് എത്ര ദിവസമായി എന്ന കാര്യം ഓർക്കണം. അങ്ങനെ ഒരു യോഗം ചേർന്ന ശേഷം മുഖ്യമന്ത്രി അത് ബ്രീഫ് ചെയ്യുമ്പോൾ എന്തുമാത്രം അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിക്കുന്ന വിവാദങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുന്നു എന്നതാണ് ശരത് മുഖവരിയായി പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. അങ്ങ് ഇവിടെ വന്നിരുന്ന പ്രസംഗിക്ക് വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറയും. തുടർ ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ക്ഷുഭിതനാകുന്നു. അതുതന്നെയല്ലേ ഇതിൻ്റെ പ്രശ്നം. കാരണം ഇത്ര വലിയൊരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുമ്പോൾ അതിനടുത്ത നടപടികൾ വിശദീകരിക്കേണ്ട മുഖ്യമന്ത്രിക്ക് അതെല്ലാം മാറ്റിവെച്ച് പലവിധ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ സമയം ചെലവഴിക്കേണ്ടി വന്നു എന്നത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായ ന്യൂനത. ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച സ്വകാര്യ യാത്ര എന്നതാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പൊന്നാനിയിലെ വിരുന്നും. ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്താണ്? അത് സംബന്ധിച്ച് താൻ ഒരു രൂപ പോലും ഇതിൽ ദൂർത്ത് നടത്തിയിട്ടില്ല. ഒരു രൂപ പോലും തനിക്ക് ഈ സർക്കാർ ഖജനാവിന് നഷ്ടം വന്നിട്ടില്ല. അതിൽ നേരത്തെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ നൽകിയിട്ടുള്ള നേരത്തെയുള്ള കരാറാണ്. കരാറിൽ ഈ പറഞ്ഞ ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ലെങ്കിലും ഉപയോഗിക്കാതെ കടന്നാലും ആ തുക കമ്പനിക്ക് നൽകേണ്ടി വരുമെന്ന ന്യായം. രണ്ടാമത് അദ്ദേഹം പുതുതായി നിരത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സ്വകാര്യ യാത്രയല്ല എന്നതാണ്. അത് പുതുതായി അദ്ദേഹം പറയുന്ന ഒരു വാദമാണ്. അത് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനി നിക്ഷേപകർ അവിടെ വന്നിരുന്നു. ആ നിക്ഷേപകരെ കാണുന്നതിന് നേരത്തെ സമയം തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവർക്ക് നേരത്തെ കൂടിക്കാഴ്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വന്ദേ ഭാരതിലെ യാത്ര ഒഴിവാക്കി പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ പോയതാണ്. അതിന് മാധ്യമപ്രവർത്തകർ തന്നെ ഒരു മറുചോദ്യം ചോദിച്ചു, ഏതാണ് ആ കമ്പനി? ആ കമ്പനിയെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ തന്നെ അത് യുക്തിസഹജമായ മറുപടിയാണെന്ന് പറയാൻ കഴിയില്ല. അത് അങ്ങനെ ഒരു കരാറിൽ പോയ ശേഷം മാത്രം നിങ്ങളെ അറിയിച്ചാൽ മതി. ആ കമ്പനിയെ കൂടി ഈ വിവാദത്തിൽ വലിച്ചിടേണ്ട കാര്യമുണ്ടോ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മറ്റൊന്ന്, പൊന്നാനിയിലെ സംബന്ധിച്ച ഈ വിരുന്നുമായി ബന്ധപ്പെട്ട സർക്കാരത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന കാര്യമാണ്. അതിൽ മുഖ്യമന്ത്രി ആദ്യം ക്ഷുഭിതനായി, പിന്നെ പരിഹാസത്തോടെ മറുപടി. അദ്ദേഹം പറഞ്ഞ മറുപടി താൻ ആഹാരം കഴിച്ചു പോയതാണോ തെറ്റ് എന്നതാണ്. തനിക്ക് അത് അറിയില്ലായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഇങ്ങനത്തെ ഈ പ്രളയത്തിലും അടിയന്തര സാഹചര്യത്തിൽ അദ്ദേഹം നിരാഹാരം ഇരിക്കുകയായിരുന്നു എന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല. താൻ ആഹാരം കഴിച്ച് തെറ്റായിപ്പോയി. ഈ രണ്ട് കാര്യങ്ങളിലും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞത് അതിൽ ഔചിത്യക്കുറവാണ്. ഇത് ഇങ്ങനെ ഒരു സന്ദേശമാണ് നൽകുക. കാരണം ജനങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്നു, പ്രളയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കെടുതികൾ ഉണ്ടാകുന്നു, ജനങ്ങളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർക്ക് ആവശ്യമായ മരുന്നുകൾ കിട്ടാതെ ഈ വീട് സംബന്ധിച്ചും അവരുടെ സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ ഇത് വരുന്ന സന്ദേശം എന്തായിരിക്കും എന്നതാണ്. അതിൽ എന്താണ് ഔചിത്യക്കുറവ് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതിലും അദ്ദേഹത്തിന് യുക്തിസഹജമായ മറുപടി പറയാൻ കഴിഞ്ഞു. താൻ 3 മണിക്ക് ആഹാരം കഴിച്ചു. താൻ ആഹാരം കഴിച്ചത്, ഭക്ഷണം കഴിച്ചത് നിങ്ങൾ വിവാദമാക്കുന്നു, നിങ്ങൾ പരിഹസിക്കുകയാണ്, നിങ്ങൾ വ്യാപകമായ അപവാദ പ്രചരണമാണ് നടത്തിയതെന്ന് പൂർണ്ണമായ ആരോപണം മാധ്യമങ്ങൾക്ക് നേരെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. പക്ഷേ ഇത് അദ്ദേഹത്തിന് ഈ രണ്ട് വിവാദങ്ങളിലും, ഒന്ന് ശരത്ത് നേരത്തെ മുഖവരെ സൂചിപ്പിച്ച ഏകോപനം സംബന്ധിച്ച വീഴ്ച, ഇപ്പോൾ തന്നെ കാലാവസ്ഥാ വിദഗ്ധരും ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ 31-ന് 3 മണിക്ക് വരുന്ന ഈ അലർട്ട് ഉണ്ടായിട്ടും അതിൽ പ്രത്യേകിച്ച് റെഡ് സോൺ അടക്കം അവർ മെൻഷൻ ചെയ്തിരുന്നു. പ്രളയത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടാവുമെന്നും വെള്ളപ്പൊക്കത്തിനും പ്രളയത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് എന്നും. അങ്ങനെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അതിനനുസരിച്ച് വീണ്ടും ഒരു പ്ലാൻ സർക്കാരിന് സമർപ്പിക്കുന്നത്. അതിൽ റവന്യൂ വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഏകോപനത്തിൽ
ഏകോപനത്തിൻ്റെ ചുമതല ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മറ്റു മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതല കൊടുത്തു എന്നതല്ലാതെ ഏകോപനത്തിന് ഒരു തരത്തിലുള്ള ആ ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല, മുന്നൊരുക്കം നടത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വിവാദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഈ രണ്ട് വിവാദങ്ങൾ കൂടി മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാകുന്നത്. അതിൽ യുക്തിസഹജമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന കാര്യം ഈ ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് വാദങ്ങളും ആ നിലയ്ക്ക് നിൽക്കുന്നതാണോ എന്ന കാര്യം സംശയാസ്പദമാണ്.